ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വഴുതനങ്ങ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു പച്ചക്കറിയാണ് ഈ വഴുതനങ്ങ. പക്ഷെ ഇത് കുറേ അധികം പേർക്ക് താല്പര്യമില്ലാത്ത ഒരു പച്ചക്കറി കൂടെയാണ്. പക്ഷെ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വഴുതനങ്ങ കഴിക്കും. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. പാൻ ചൂടാവാതെ എണ്ണ ഒഴിച്ചാൽ ദാ ഈ കാണുന്ന പോലെ പൊട്ടിത്തെറിക്കുന്നുണ്ടാവും. അതിനുശേഷം ദാ ഈ കാണുന്ന രീതിയിൽ വഴുതനങ്ങ കട്ട് ചെയ്ത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റി വെക്കുന്നുണ്ട്. വഴുതനങ്ങ എല്ലാം ഇട്ട് നന്നായി വഴറ്റി കോരി മാറ്റിയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 4 വെളുത്തുള്ളിയും 15 കുഞ്ഞുള്ളിയും കൂടി ഇട്ട് അത് അത്യാവശ്യം ഒന്ന് വഴണ്ടു തുടങ്ങുമ്പോഴേക്കും ഒരു തക്കാളി ഇതാ ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് നമുക്ക് അതിനുള്ളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അലിഞ്ഞു ചേരുന്നതാണ് ആ പരുവം എന്ന് പറയുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയാനായിട്ട് ഞാനൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. സോ നമ്മുടെ തക്കാളി അങ്ങനെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഈ പാനിലേക്ക് വീണ്ടും ഒരിത്തിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വഴുതനങ്ങ എടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കുന്നു. നമ്മുടെ വഴുതനങ്ങ കറി റെഡി. സംഭവം കുക്ക് ചെയ്യാൻ എളുപ്പം മാത്രമല്ല, ടേസ്റ്റ് ഭയങ്കരമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചോറിന്റെ ഒപ്പവും ചപ്പാത്തി, ഇടിയപ്പം, പുട്ട് എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്